മറ്റു വാർത്തയിലേക്ക്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട കേസിൽ പെരിന്തൽമണ്ണ സ്വദേശി മുഹമ്മദ് റോഷൻ അറസ്റ്റിൽ. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ നാട്ടിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സമൂഹ മാധ്യമങ്ങളുടെ അപകീർത്തിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തി സാദിഖ് അലി തങ്ങളുടെ ബന്ധു വഴി 15 കോടി രൂപ തട്ടാൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. CB അനുമോദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അനുമോദ്, എങ്ങനെയാണ് ഈ മുഹമ്മദ് റോഷൻ, അതായത് പെരിന്തൽമണ്ണ സ്വദേശിയാണോ ഈ സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ കേസിൻ്റെ മുഖ്യ ആസൂത്രകൻ? ഇയാളുടെ നേതൃത്വത്തിലായിരുന്നോ ഈ രീതിയിലുള്ള നീക്കമുണ്ടായത്? ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്? ടോം, ഈ മാസം 21-ാം തീയതിയാണ് ഫേസ്ബുക്കിൽ ഒരു വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കി അതിലൂടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ചിത്രങ്ങൾ, അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഇയാൾ പ്രസിദ്ധീകരിച്ചത്, പോസ്റ്റ് ചെയ്തത്. ഇതിന്റെ പിന്നാലെ മുസ്ലിം ലീഗ് പരാതി കൊടുത്തിരുന്നു. അതുപ്രകാരം സൈബർ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെ 25-ാം തീയതിയാണ് പാണക്കാട് മൊയ്ൻ അലി ശിഹാബ് തങ്ങൾ, അതായത് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മുതിർന്ന സഹോദരൻ ഹൈദർ അലി തങ്ങളുടെ മകൻ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയത്. അദ്ദേഹത്തിന്റെ പരാതിയിൽ പറഞ്ഞിരുന്നത് ജനുവരി 31-ന് ഈ വർഷം ജനുവരി 31-ന് പെരിന്തൽമണ്ണയിലെ ഒരു മാളിൽ വെച്ച് മുഹമ്മദ് റോഷൻ ഈ തന്നെ കാണുകയും സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ അപകീർത്തികരമായ പ്രചരണം നടത്തും, അതിനെ വ്യാജമായി നിർമ്മിച്ച ദൃശ്യങ്ങളും മറ്റും കാണിച്ച് അത്തരത്തിലൊരു ശ്രമം നടത്തുമെന്ന് പറയുകയും അത് നടത്താതിരിക്കാൻ 15 കോടി രൂപ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് ഇയാൾ വധഭീഷണിയും മുഴക്കി, ഇത് ആരുടെങ്കിലും പറഞ്ഞാൽ എന്ന തരത്തിലായിരുന്നു പരാതി ഉണ്ടായിരുന്നത്. അതുപ്രകാരം പോലീസ് അന്വേഷണം തുടങ്ങുകയും തുടർന്നാണ് ഇയാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ ഇയാൾ നാട്ടിൽ നിന്ന് മുങ്ങിയതായിട്ടും തുടർന്ന് ഫോണുകളോ മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളോ ഉപയോഗിക്കാതെ ഇരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഏറെ ശ്രമകരമായ രീതിയിലായിരുന്നു അന്വേഷണം. അതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇയാളെ കണ്ടെത്തി തമിഴ്നാട്ടിൽ നിന്നും ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ പെരിന്തൽമണ്ണയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്നലെ ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണ പോലീസ് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചതിനാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. സൈബർ പോലീസ് അപവാദ പ്രചരണത്തിനും അപകീർത്തിപരമായ പോസ്റ്റ് പ്രസിദ്ധീകരിച്ചതിനും കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചതിനും ഒക്കെ ഇയാൾക്കെതിരെ കേസുകൾ ചുമത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ പരിശോധിക്കാനുള്ള നീക്കത്തിലാണ് പോലീസ്. കാരണം ഇയാളുടെ കൈവശം സാദിഖ് അലി തങ്ങളെ അടക്കം അപമാനിക്കാനുള്ള, അപകീർത്തിപ്പെടുത്താനുള്ള ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ വ്യാജമായി നിർമ്മിച്ചതുണ്ട് എന്നാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. അപ്പൊ അതെല്ലാം കണ്ടെത്തേണ്ടതും ഈ അന്വേഷണത്തിന്റെ കൃത്യമായ ഒരു ആസൂത്രണത്തോടെ നടത്തിയ നീക്കമായിരുന്നോ? ഇയാളുടെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമായി ഇതിനെ കാണേണ്ടതുണ്ടോ, അതോ വ്യക്തിപരമായി നേട്ടമുണ്ടാക്കാൻ, സാമ്പത്തിക നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ഇയാളുടെ നീക്കത്തിന് പിന്നിൽ? ഇയാളുടെ രാഷ്ട്രീയ നീക്കമാണെന്ന് പറയാനാകില്ല. ഇയാളുടേത് വ്യക്തിപരമായിട്ടുള്ള ഒരു ശ്രമമായിട്ട് തന്നെയാണ് പോലീസ് കാണുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യങ്ങളായിരുന്നില്ല, ഇയാൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാനുള്ള ഉദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷികളുടെ നിർദ്ദേശപ്രകാരമല്ല, ഇയാൾ സ്വഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിലൊരു നീക്കം നടത്തിയത് എന്നാണ് പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു പ്രചരണം നടത്തുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്തായിട്ട് പോലും രാഷ്ട്രീയ കക്ഷികളൊന്നും തന്നെ ഇതിന് ഈ വിവാദവുമായി മുന്നോട്ട് പോവുകയോ അതിന്റെ പിന്നാലെ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതൊരു രാഷ്ട്രീയ മാന്യത എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇതിൽ കാണിച്ച ഒരു സംഭവം കൂടിയാണുള്ളത്. പക്ഷെ ഇത്തരത്തിൽ സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ താറടിക്കുന്ന സംഭവങ്ങൾ ഒരുപാട് നടക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇയാൾ നടത്തും. കാരണം ഇപ്പോൾ സാദിഖ് അലി തങ്ങൾക്കെതിരെ മാത്രമാണ് ഇയാൾ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇയാളുടെ വിശദമായി ചോദ്യം ചെയ്ത് ഇയാളുടെ മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഒക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകളെ ഇയാൾ ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് അത്തരം കാര്യങ്ങൾ നോക്കുന്നത്. എന്നാണെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്നും 2 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സൈബർ പോലീസിന്റെ ഭാഗത്തുള്ള കേസ്, മറ്റൊന്ന് ഭീഷണിപ്പെടുത്തിയതിന് പെരിന്തൽമണ്ണ പോലീസിന്റെ ഭാഗത്തുള്ള കേസ്. ഇയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് കേസിന്റെ മറ്റു വിശദാംശങ്ങൾ എടുക്കുക. ജാമ്യത്തിൽ വിടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഇയാളിൽ നിന്ന് കേസിനെ ബാധിക്കുന്ന തെളിവുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ഇയാളെ ജാമ്യം നൽകിയാൽ ഒരുപക്ഷെ ഇയാളിത് നശിപ്പിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അത്തരത്തിലുള്ള ശ്രമങ്ങൾ തടയാൻ കൂടിയാണ് പോലീസിന്റെ ഭാഗത്തുള്ള ഇപ്പോഴത്തെ നടപടികൾ. വ്യക്തമാണ്. CB
അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സാദിഖ് അലി തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.